അങ്ങനെ നമ്മൾ ഡൽഹിയിലെത്തി കേട്ടോ. ഡൽഹിയിലെത്തിയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് ഇന്ത്യ ഗേറ്റ് കാണാനാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മെട്രോ എല്ലാം കണ്ട് അന്തം വിട്ട്, ഒരു അന്തവും കുന്തവും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ ബാംഗ്ലൂർ കണ്ട എന്താ ഒരു കുഞ്ഞ് മെട്രോ സ്റ്റേഷൻ മാത്രമേ. ഇത് അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര നല്ല താഴോട്ട് ഇറങ്ങുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല, അതുപോലെയാണ്. പിന്നെ നമ്മൾ ഇന്ത്യ ഗേറ്റിൽ പോയി, അവിടെ പോയപ്പം പൂരം എന്ന് പറയാം ശരിക്കും, അതുപോലെ ജനങ്ങളായിരുന്നു കേട്ടോ. തട്ടി മുട്ടി നടക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ സന്ധ്യ ആയിരുന്നു കേട്ടോ പോയപ്പം. പിന്നെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമുക്ക് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഫുഡ് ഒരിക്കലും അഡ്ജസ്റ്റ് ആവില്ല. കാരണം നമ്മൾ പോയിടത്തെല്ലാം നമുക്കിങ്ങനെ ഇവിടുത്തെ ഫുഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മൾ തോറ്റു പോകുന്നത്. ഒരു ദിവസമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ആവും, പിന്നെയും ഇതേ ഫുഡ് നമ്മുടെ നാട്ടിലെ പോലെ ഇഡ്ഡലി സാമ്പാറെന്നൊന്നും പറഞ്ഞാൽ ഇവർക്ക് അറിയത്ത് പോലുമില്ല. ഞങ്ങൾ 2-3 കടയിൽ കയറിയിട്ട് ചോദിച്ചപ്പോൾ അവർ അന്തം വിട്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്കറിയാത്തതുകൊണ്ടാണോ ഒന്നും അറിയില്ല. അപ്പം നമ്മൾ ഇവിടെയൊക്കെ ഇന്ത്യ ഗേറ്റൊക്കെ കാണാൻ വരുവാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമല്ലേ. ഡൽഹിയിൽ വന്നിട്ട് ഇതെല്ലാം കണ്ടില്ലെങ്കിലും ഭയങ്കര മോശമാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട, എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യങ്ങളാണല്ലോ. നമ്മളിപ്പം ഇങ്ങനെ ഇന്ത്യ ഗേറ്റിനെ പറ്റി വിവരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാത്ത കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ബോറാവും. ഞങ്ങളവിടെ പോയപ്പം വീഡിയോ എടുത്തൊന്ന് കാണിച്ചു തന്നു. ഡൽഹിയിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഡൽഹിയിൽ വരുന്നത്. അപ്പം ഇവിടെ കുറേ കാണാനും ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്തതിൻ്റെ മടുപ്പും, പിന്നെ അന്ന് തന്നെയാണ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞത് കാണാൻ പോയത്. പിന്നെ എന്താ റംസാനും അതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു കേട്ടോ. ഇതുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, അതുപോലെ ആൾക്കാരായിരുന്നു. അന്ന് അവധി ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ആൾ. പിന്നെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കിട്ടിയ സമയം നമ്മൾ വീഡിയോ എടുത്തു കേട്ടോ. തിക്കും തിരക്കാണെങ്കിലും ഒക്കെ പറ്റുന്നതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഇവിടെ വന്നു കഴിയുമ്പം നമുക്ക് ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെ കറങ്ങാൻ പോവാന്ന് പറയുമ്പോൾ. അപ്പം സൂര്യാസ്തമനം കണ്ടോ, ആ സമയമായി നമ്മളിവിടെ. ഇത് ഡൽഹിയിലെ ഒരു സ്കൂളാണ്. നമ്മൾ എല്ലാ വീഡിയോ ഒന്നിച്ചല്ല കേട്ടോ ഇടുന്നത്. ഡൽഹിയിൽ നമ്മൾ പോയ വീഡിയോ അങ്ങനെ ഓരോന്നോരോന്നായിട്ടും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ്, പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളവിടെ ഒരു സ്കൂളിൽ പോയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അവിടുത്തെ പൂക്കളും എന്ത് മനോഹരമായിരുന്നെന്നറിയോ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പൂക്കളുണ്ടായിരുന്നു. പൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ഇഷ്ടമാണല്ലോ കുറച്ച് കൂടുതൽ. അപ്പോൾ ഡൽഹിയിലൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്കൂളൊക്കെ കാണുകയെന്ന് പറയുമ്പം എന്താ പറയുക, നല്ല രസമായിരുന്നു. അപ്പം ഞാനും ആൽഫയും ചേട്ടായും കൂടെ ചുമ്മാ അവിടുത്തെ അച്ഛനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. അപ്പം അവിടുത്തെ സ്വിമ്മിങ് പൂളും കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നു അച്ഛൻ. പിന്നെ പിള്ളേരൊക്കെ ഇപ്പോൾ ഇവിടെ ക്ലാസ് ഉണ്ട് കേട്ടോ. പിള്ളേരൊക്കെ അവിടെ പിന്നെ എന്താ പറയുക കളിക്കുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പും, ഡൽഹിയിൽ ചൂടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ, ഇപ്പോൾ തണുപ്പ് തന്നെയാന്ന് തോന്നുന്നു. അപ്പം വലിയ ചൂടില്ല കേട്ടോ ഞങ്ങൾ എത്തിയപ്പം. അപ്പം എന്താ, നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്, പിന്നെ അവിടുത്തെ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ഞാൻ പോയില്ല, ചേട്ടായി പോയിട്ട് വീഡിയോ എടുത്തിട്ട് വന്നു കേട്ടോ. ഞങ്ങളും ആൽഫയുടെ പുറത്തിരിക്കുകയായിരുന്നു. അവിടെ ഇരിക്കാനൊക്കെ നല്ല രസമാണ്, പിള്ളേർ കളിക്കുന്നത് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. നമ്മുടെ നാട്ടിലെ സ്കൂളിലൊക്കെ ഉണ്ട്, പക്ഷേ അതിനേക്കാളും ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ടാണ് ഇത്. ഇത്രയും വലിയ തിരക്ക് പിടിച്ച ഏരിയയിലും ഇത്രയും പച്ചപ്പും മനോഹാരിതയൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ വീഡിയോ എടുത്തു പോകും. അതാണ് അതിൻ്റെ ഒരു ഇത്. സ്കൂളൊക്കെ എന്തിനാണ് എടുക്കുന്നതെന്ന് വിചാരിക്കില്ലേ. അപ്പം നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് പരിചയമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ടൊരു സ്കൂളൊക്കെ കാണുമ്പോൾ മലയാളി അച്ഛനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരിത്. അങ്ങനെ ഇവിടുത്തെ ട്രോഫികൾ ഇതൊക്കെ ചേട്ടായി എടുത്തു കേട്ടോ. ട്രോഫികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനും ആൽഫയും പിള്ളേരും കളിക്കുന്നത് നോക്കി. ഇവിടുത്തെ ചെടിയുടെ മനോഹാരിതയൊക്കെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിങ് പൂള്. ഞാൻ പോയിട്ടില്ല, ചേട്ടായാണ് ഇപ്പോൾ എടുത്തത്. പിന്നെ ബാഡ്മിൻ്റൻ്റെ കോട്ടും അങ്ങനത്തെ ഒക്കെ എടുക്കാൻ വേണ്ടി പോയായിരുന്നു. സ്കൂളിനെ പറ്റി എനിക്ക് വലിയ വിവരിക്കാനൊന്നും അറിയില്ലെങ്കിലും ഒരു സ്കൂൾ കണ്ടപ്പം എന്താ പറയുക, നമ്മളങ്ങനെ എടുത്തുവെന്ന് മാത്രം. പ്രത്യേകിച്ചും ചെടികളും പൂക്കളും കാണുമ്പോൾ നമുക്കൊരു ഇതാണ്, ഇഷ്ടം കൂടുതലാണ്. ഒരു പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ വന്നിട്ട് കാണുമ്പോൾ അതുകൊണ്ട് എടുത്താൽ കേട്ടോ. അപ്പം ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല വെയിലുണ്ടേലും നല്ല രസമാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു മാളിൽ വന്നു കേട്ടോ. വലിയ മാളെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ
നമ്മൾ പുറത്തു നിന്നൊക്കെ എന്തെങ്കിലും വില ചോദിച്ചാൽ ഭയങ്കര റേറ്റ് കേട്ടോ. മോളിൻ്റെ അകത്ത് അത്ര വലിയ റേറ്റൊന്നുമില്ല. ഞാനാണെങ്കിൽ ലിപ് ബാം എടുക്കാൻ മറന്നു പോയിട്ട് ചുണ്ടൊക്കെ പൊട്ടിയൊരു പരുവായിരുന്നു, എന്താ പറയുക, മിണ്ടത്തോലില്ലായിരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ വെസ്റ്റ് സൈഡിലൊക്കെ പോയിട്ട് നോക്കി ലിപ് ബാം. സാധാരണ ഞാൻ മേടിക്കുന്ന സ്റ്റാറിൽ നിന്നൊക്കെ കേട്ടോ ചെറിയ പൈസയ്ക്ക് നമുക്ക് നല്ല ലിപ് ബാമൊക്കെ കിട്ടും. പക്ഷെ ഇവിടെ സ്റ്റാറും ഇല്ല, സ്റ്റുഡിയോയും കാണുന്നില്ലല്ലോ. അവസാനം ഞങ്ങളിങ്ങനെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നോക്കിയപ്പം ആദ്യം സിനിമ കാണാമെന്ന് വിചാരിച്ച് പോയി നോക്കാൻ പോയതാണ്. അപ്പം മോഹൻലാലിൻ്റെ പടം അത് ചോദിച്ച് അവർക്കറിയത്ത പോലും ഇല്ലായിരുന്നു. എനിക്കെല്ലാവരും കാണാനും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ എനിക്കൊരു കുഞ്ഞൊരു ഷോപ്പ് കണ്ടു കേട്ടോ. നമ്മുടെ അവിടെയൊന്നുമില്ല, നല്ലൊരു ലിപ് ബാമാണ് എനിക്ക് കിട്ടിയത്. അടിപൊളി, എന്താ പറയുക, നല്ല വലിയ വിലയില്ല, കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയും ചെയ്തു. അതായത് പുറത്താണ് ഷോപ്പ്, മോളിൻ്റെ അകത്ത് അല്ലെങ്കിൽ പുറത്തിങ്ങനെ വെക്കൂലേ നമ്മുടെ ഈ എസ്കലേറ്ററൊക്കെ കയറി വരുന്നിടത്ത്, അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും തിരിച്ച് മെട്രോയ്ക്ക് പോകാൻ വേണ്ടി ഓട്ടോ വെയിറ്റ് ചെയ്യണം. ഓട്ടോയിലേക്ക് ഒരാൾക്ക് ഇവിടെ 20 രൂപ അങ്ങനെയൊക്കെയാണ് കണക്ക് കേട്ടോ. ഒരിച്ചിരി സമയമുള്ളൂ നമുക്ക് പോകാൻ വേണ്ടി, പക്ഷെ അങ്ങനെയാണ് ഇവിടുത്തെ പൈസ. മെട്രോയിലാണെങ്കിലും നമ്മളിതുവരെയും കയറിയിട്ടില്ലല്ലോ ഡൽഹിയിലൊന്നും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടു. അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തോരോന്ന് പറയും. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഓട്ടോയിൽ കയറണം ഭയങ്കര ആഗ്രഹമായിരുന്നു, തിരിഞ്ഞും മറിഞ്ഞിരിക്കുന്ന ഒരു ഓട്ടോ. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. ഇതിലൊക്കെ പോയില്ലേ പിന്നെ ഡൽഹി വന്നിട്ട് എന്തൊരു അന്തം കഥ അല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിന്നെയും പോവാണ് കേട്ടോ. നാളത്തെ വീഡിയോയും ഡൽഹിയിലെ വീഡിയോ തന്നെയാണ്. നിങ്ങൾ ഓർക്കും ഇത് എന്ത് വീഡിയോ ആണ്, പക്ഷെ ഞങ്ങൾ ഡൽഹിയിൽ വന്നിട്ട് എടുത്ത ഇങ്ങനത്തെയൊക്കെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ